യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പറയാൻ ഭാവന, നീ ഇപ്പൊ എവിടെയാ? ഞാൻ സൂര്യയുടെ വീട്ടിലാ. എന്താ? നിന്റെ വല്യമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. BP എന്തോ കൂടിയതാ, ഒരല്പം പ്രശ്നമാണ്. ഓ, അത് BP കൂടിയതൊന്നും അല്ല. ഇവിടെ വെച്ച് എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടി വല്യമ്മ കാണിച്ച ചതി തിരിച്ചടിച്ചതാ. ഈശ്വര, നിന്നെ അവരെന്ത് ചെയ്യാൻ നോക്കിയതാ? അതൊക്കെ പറഞ്ഞ ഒരുപാടുണ്ടാൻ. ഇപ്പോഴും എന്റെ നാശം കാണാനാ വല്യച്ഛനും വല്യമ്മയും നടക്കുന്നത്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചതാ? എന്റെ വീട്ടിലും സ്വൈരം തരില്ല, ഇവിടെയും സ്വൈരം തരില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ ഇത് നിന്റെ വല്യമ്മയ്ക്ക് അത്യാവശ്യം തന്നെയാ. അനുഭവിക്കട്ടെ. പക്ഷെ വല്യമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ആ, കൊള്ളാം. നിന്നെ ചതിക്കാൻ നോക്കിയവരോട് നിനക്ക് സങ്കടം വരുന്നോ? നമുക്ക് മുമ്പില് ശത്രുവും മിത്രവും ഒന്നും ഇല്ലല്ലോ. എല്ലാവരും തുല്യരല്ലേ? നീ ഒരു കാലത്ത് ശരിയാവില്ല ഭാവന. ഒരാള് നിന്നെ നേരിട്ട് ചതിക്കാൻ നോക്കിയാലും നീ പഠിക്കത്തില്ലല്ലേ? നമ്മളെ ചതിക്കാൻ നോക്കുന്നവരെയെല്ലാം നമുക്ക് തിരിച്ചു ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ ഇങ്ങനൊരവസ്ഥ വല്യമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതിനു മുമ്പും ഇതുപോലുള്ള നമ്പറുകൾ വല്യമ്മ കാണിച്ചിട്ടുണ്ട്. സേതുവേട്ടന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു നാരങ്ങ കൊണ്ട് ഒളിച്ചു വെക്കുന്നത് കണ്ട് ഞാൻ ആ നാരങ്ങ എടുത്ത് തന്നെ വല്യമ്മയ്ക്കും വല്യച്ഛനും തന്നെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇത് ആദ്യമായിട്ടല്ലേ? അതെ, ആരെയോ കൊണ്ട് ജപിച്ച നാരങ്ങയായിരുന്നു അത്. കഷ്ടം. ഇന്നും അന്ധവിശ്വാസങ്ങളുടെ പുറകിലാ വല്യമ്മ. പക്ഷെ ഇതങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഭാവനെ. ശരിക്കും നിന്നെ വീണ്ടും തള്ളിയിടാനുള്ള കളിയായിരിക്കും. പക്ഷെ നീ ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ടാ രക്ഷപ്പെട്ടെ. എന്നാലും നീ സൂക്ഷിച്ചോ. ശത്രുക്കൾ ഇപ്പോഴും നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. വല്യമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നീ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സത്യം പറഞ്ഞ നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഭാവന. ഇപ്പൊ നോക്കിക്കോ, നിന്റെ വല്യമ്മയ്ക്ക് 2 ഞാൻ കൊടുക്കുന്നുണ്ട്. നീ ഫോൺ വെക്ക്. ഏയ്, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നു നീ കേക്ക്. ഹലോ ഹലോ. BP കൂടിയതല്ലേ? ഭാവനയെ ചതിക്കാൻ നോക്കിയപ്പോ തിരിച്ചടിച്ചതാണല്ലേ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു വലിയ അപകടത്തിൽ നിന്ന് ആ പാവം ഒന്ന് കരകയറിയപ്പോ വീണ്ടും അതിനെ ചതിക്കാൻ നോക്കുക. ഭാവനെല്ലാം അറിഞ്ഞോ? ഈ നഴ്സിനോടെല്ലാം പറഞ്ഞോ? നോക്കണ്ട, ഭാവന എന്നോടെല്ലാം പറഞ്ഞു. എന്തായാലും സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയതാ സിസ്റ്ററെ. അബദ്ധോ? ഇതാണോ അബദ്ധം? ഇതിനു മുമ്പ് നിങ്ങൾ പല രീതിയിലും ഭാവനയെ ഉപദ്രവിച്ചിട്ടില്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല സാറേ. മാഡം ഇരുന്ന് വാങ്ങിയതാ ഈ അസുഖം അറിഞ്ഞപ്പോ ചിലത് പറഞ്ഞു പോയതാ. മനസ്സിലായില്ല. ഭാവനയ്ക്ക് ജ്യൂസ് കൊടുത്ത് ചതിക്കാൻ നോക്കിയപ്പോ തിരിച്ചു കിട്ടിയതാണ് ഈ പണിയെന്ന് ഞാൻ അറിഞ്ഞു. മാഡം അല്ല പറഞ്ഞത്, ഭാവന തന്നെയാ പറഞ്ഞത്. അത് ശരി. ഭാവന പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ചോദ്യം ചെയ്യലാണോ നിങ്ങളുടെ പണി? ഭാവന ഇവിടുത്തെ ചീഫ് നഴ്സാണ്, സാറിന് അറിയാലോ. അത് മുൻപ്. ഇപ്പൊ അവൾ ഇവിടുത്തെ ആരുമല്ലല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ജാനകി. ഇവിടുത്തെ ജോലി നോക്കാനാണോ അതോ ഇവിടുത്തെ പേഷ്യന്റിനെ ചോദ്യം ചെയ്യാനാണോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ പപ്പേട്ടൻ അവിടെ MD പോയി ചോദിക്കും. ഇവിടെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അതെ, ഇപ്പൊ തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ജാനകി. ആഹാ, എനിക്ക് ഇപ്പൊ തന്നെ സമാധാനം പറയിപ്പിക്കും. നീ നോക്കിക്കോ. ആണോ?
MD യോട് ഞാൻ പറഞ്ഞോളാം.